കൃഷ്ണ, നീ ഉറങ്ങിയടാ? എനിക്കറിയായിരുന്നു. എന്താടാ? നീ ഫോൺ ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. സോറിടാ ഈ സമയം വിളിച്ചതിന്. എന്തിനാടാ ഇപ്പോൾ സോറിയൊക്കെ പറയുന്നത്? വൈകുന്നേരം കുറച്ച് ഓവറായി പോയല്ലടാ. സോറി അളിയാ. എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂടാ. എന്ന് വെച്ച് അതിന് നീ എന്നോട് സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. എടാ വിശ്വ, നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? സിന്ധു നിന്റെ ജീവിതത്തിൽ ഇനി ഇല്ല. സുന്ദരി നിനക്ക് ദൈവം തന്ന ഗിഫ്റ്റാടാ. ആവശ്യമില്ലാതെ സിന്ധുവിനെ പറ്റി വീണ്ടും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കല്ലേ. സിന്ധുവിൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കണോ? എടാ പന്ന, നീ എന്താ ഭ്രാന്ത് പിടിച്ച പോലെ വീണ്ടും ഇതന്നെ പറയുന്നേ? നിനക്കിപ്പോൾ അവളോട് എന്താ സംസാരിക്കാനുള്ളേ? ഒരു ചോദ്യം ഇനിയും ബാക്കിയുണ്ടടാ. എന്ത്? വൈ? എടാ, എൻ്റെ ലൈഫ് സിന്ധുവിൻ്റെ കൂടെ നന്നായിരിക്കുമായിരുന്നല്ലോ. ബട്ട് ഓൾ ഓഫ് എ സഡൻ അവൾ എന്നെ വിട്ടുപോയില്ലേ? അതെന്തിനാണെന്ന് എനിക്കറിയണം. എടാ, അവൾ പോയി, അത്രേ ഉള്ളൂ. വെറുതെ കൂടുതൽ ആലോചിക്കണ്ട. സിന്ധു എന്നെ വിട്ടിട്ട് പോയാൽ ഞാൻ എങ്ങനെ താങ്ങി നിനക്കറിയാലോ. പക്ഷെ സുന്ദരി എന്നെ വിട്ടിട്ട് പോയാൽ അതിനെക്കുറിച്ച് ആലോചിച്ചാലേ പറയുമ്പോൾ തന്നെ എനിക്ക് ശ്വാസം മുട്ടുന്നു. നിനക്ക് ശരിക്കും വട്ടാണോ? ആവശ്യമില്ലാതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നു. കല്യാണത്തിന് മുന്നേ ഇങ്ങനെയായിരുന്നല്ലോ, ആവശ്യമില്ലാത്ത ഓരോന്ന് ആലോചിച്ച് കല്യാണം മുടക്കാൻ നോക്കിയത്. ഡാ, നിന്റെ ഈ ആലോചന ഒന്ന് നിർത്ത്, എല്ലാ പ്രശ്നവും ശരിയായിക്കോളും. ഇത് ഓവർ തിങ്കിങ് അല്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളവളെ കളയുമോ എന്നുള്ളൊരു പേടിയാണ്. അതാ സിന്ധുവിൻ്റെ അടുത്ത് സംസാരിച്ച് എൻ്റെ തെറ്റ് മനസ്സിലാക്കി തിരുത്താമല്ലോ. ശരി, ആദ്യം ഒരു കാര്യം പറ. സിന്ധു വന്നതിന് ശേഷം നിന്റെ ഭാര്യ ഡിഫറൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടോ? ഒരു വാക്ക് പോലും അവൾ പറഞ്ഞില്ലടാ. അവൾ എന്നൊരു കുഞ്ഞിനെ പോലെയാണ് നോക്കുന്നേ. എടാ, സുന്ദരിക്ക് എന്നെ എത്ര ഇഷ്ടമാണെന്നറിയോ? കുറച്ചു മുമ്പ് എൻ്റെ വിരൽ ചെറുതായിട്ട് മുറിഞ്ഞ് അതിന് പിള്ളേരെ പോലെ കരയുമായിരുന്നു. പിന്നെന്താടാ, ഹാപ്പി ആയിട്ടിരിടാ. നീ ആവശ്യമില്ലാതെ നിന്റെ മനസ്സമാധാനം കെടുത്താതെ അവളുടെ കൂടെ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ള വഴി നോക്ക്. ശരി. ശരി മാത്രം പോരാ, വെറുതെ എങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യാതെ പ്രസന്റിൽ ജീവിക്ക്. എടാ, ഫസ്റ്റ് ലവ് അല്ലേ, അതെത്ര പെയിൻഫുൾ ആയിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ തീരൂ, എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റൂ. ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്ക്. ശരിടാ. വിശ്വ, 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 ഇവിടെ വന്നിരിക്കായിരുന്നോ? എന്താ, ഓർക്ക ശരിയായില്ലേ? ഇന്ന് ലീവ് ഇട്ടിട്ട് നീ ഉറങ്ങുന്നോ? കുറച്ചു നേരം കൂടെ ഉറങ്ങിയാൽ മതി. ഉറങ്ങിക്കോ. ഇന്നലെ കൈ മുറിഞ്ഞില്ലായിരുന്നോ? ഇപ്പൊ ഓക്കെ ആണോ? വേദന ഉണ്ടെങ്കിൽ പറയണേ, ഡോക്ടറെ കാണിക്കാം. വിശ്വ, ഒരു കാര്യം ചോദിക്കട്ടെ? എന്തുവാ? നിനക്കും എന്നെ പോലെ തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് അങ്ങനെയായിരിക്കണം ഇങ്ങനെയായിരിക്കണം എന്ന് വല്ല ക്വാളിറ്റീസും ഉണ്ടോ? ഒന്ന് പറ. അങ്ങനൊന്നും ഇല്ല. പറ വിശ്വ. അറിയത്തില്ല. ചിലപ്പോ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? അറിയില്ല, ഞാൻ അങ്ങനൊന്നും ആലോചിച്ചിട്ടേ ഇല്ല സുന്ദരി. എനിക്ക് തോന്നുന്നു ഞങ്ങളെപ്പോലുള്ള പിള്ളേരെയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ കൂടെ നിന്നാൽ മാത്രം മതി. പിന്നെ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളോ? ഇങ്ങോട്ട് നോക്ക്. ഞങ്ങൾ ആൺപിള്ളേരുണ്ടല്ലോ, എക്സ്പെക്റ്റേഷനെക്കാട്ടിലും റിയാലിറ്റിയിലാണ് കൂടുതലും ജീവിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യില്ല. മതി മതി, നിർത്ത് നിർത്ത്. ചിൽ ചിൽ. പക്ഷെ നിന്നെ കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം മനസ്സിലായത്. എന്താ അത്? ഈ വിശ്വയുടെ വൈഫ് ആരാവണമെങ്കിലും അത് സുന്ദരിയായിരിക്കണം.
സുന്ദരി, സമയം പോകുന്ന നമ്മുടെ ഓഫീസിന് സമയമാണെന്ന് നോക്ക്. ദാ വരുന്നു വിശ്വ. ഇതാ എന്തോ ഇത്? ദോശയാ. ദോശ. നീ ധൃതി പിടിച്ച ഇങ്ങനെ വരൂ. ഇന്നെനിക്ക് പ്രോജക്റ്റ് എംപ്ലോയ്മെന്റ് ഉണ്ട് സുന്ദരി. ശരി ശരി, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ തന്നെ എടുത്തോണ്ട് വരാം. സുന്ദരി, 1 മിനിറ്റ്. അയ്യോ, ദോശ നന്നായിട്ട് വരണമെങ്കിൽ ആ ഉള്ളി എടുത്ത് കട്ട് ചെയ്ത് കുറച്ചാകും തേച്ചുവിട്ടാൽ മതി. അതാണ് ട്രിക്ക്. അപ്പോഴേ നന്നായി വരൂ. ഇതാ ഞാൻ കാണിച്ചുതരാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. വീണ്ടും കൈമുറിക്കാനാണോ? നീ പറ, ഞാൻ ചെയ്തോളാം. ഞാൻ കാണിക്കാം, നിക്ക്. വിശ്വ, പ്രോജക്ട് ഡിപ്ലോയ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ട് എന്തോന്ന്? ഓഫീസിൽ പോവാൻ സമയമാവുന്നുണ്ടേ. തിരിച്ചു വന്നിട്ട് നമുക്കേ ഇങ്ങനെ സംസാരിക്കാം. ഓഫീസിന് സമയമായോ? അതെ, സമയമാവുന്നു. വിശ്വ, എന്താ ചെയ്യാൻ പോന്ന്? നിനക്ക് ഓഫീസിൽ പോകണമെന്നുണ്ടോ? ഉണ്ടല്ലോ. എനിക്ക് വേണ്ടത് ഉമ്മയാണ്, ഇതല്ല. അതെയോ? ചോദിച്ചത് തരുകയും ചെയ്തു. ഇനി ഓഫീസിൽ പോവാം. പോയേ. ഗുഡ് മോർണിംഗ് ഏട്ടാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഏട്ടാ. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. നീ എന്തെങ്കിലും ഒരു ഗുഡ് മോർണിംഗ് എന്നോട് പറഞ്ഞിട്ടുണ്ടോ? എന്റെ ബർത്ത്ഡേക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ എങ്കിലും പറയോ? ഹാപ്പി ബർത്ത്ഡേടാ. ഹാപ്പി. സിസ്റ്റർ നിന്നേക്കാളൊക്കെ 100 മടങ്ങ് ബെറ്ററാ. നീ മര്യാദയ്ക്ക് അവളെ നന്നായിട്ട് നോക്കി കഴി. ശരി അളിയാ, നീ ഈ ക്ലാസ് എടുക്കുന്നത് നിർത്തുവാണെങ്കിൽ നിന്റെ അനിയത്തി നന്നായി നോക്കിക്കോളാം. എടാ സൈക്കോ വരുന്നുണ്ടാ, വാടാ. അതിനെന്താടാ? ഗുഡ് മോർണിംഗ് സുരേഷ്. പ്രോജക്റ്റ് എന്താ ചെയ്തത് വിശ്വ? എന്തുപറ്റി സുരേഷ്, എന്തുപറ്റി? ക്ലയന്റിന് ഡെലിവറി കൊടുത്തതിന് ശേഷം അത്ര ഇറേഴ്സ് എങ്ങനെയാ വരുന്നത്? നീ ശരിക്കും ടെസ്റ്റ് ചെയ്തോ ഇല്ലയോ? ഞാൻ അയക്കുന്നതിന് മുമ്പ് എല്ലാം ചെക്ക് ചെയ്താണല്ലോ. എല്ലാം ഓക്കെ ആണല്ലോ. അപ്പൊ ഇതെന്തോന്നാ? ഇപ്പൊ നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കൊരു ഹാഫ് ആൻ അവർ സമയം താ. ഐ തിങ്ക് ഐ വിൽ ഫിക്സ് ഇറ്റ്. വിശ്വ, നീ ഇപ്പൊ എന്ത് ചെയ്താലും അതുകൊണ്ട് യാതൊരു കാര്യമില്ല. പ്രോജക്റ്റ് ഓൾറെഡി എക്സിക്യൂഷന് റൈസ് ആയി കഴിഞ്ഞു. മെയിൽ ബഗ് ചെക്ക് ചെയ്യേ. HR want to see you. I will sort it, സുരേഷ്. Please talk to HR. HR-ന്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ വലിയ എസ്കലേഷൻ തന്നെയാടാ. ഞാൻ
ഞാൻ പോയിട്ട് വരാം. ഏട്ടാ എന്തുപറ്റി? റീസെൻ്റ് ആയിട്ട് ഡെലിവർ ചെയ്ത പ്രോജക്റ്റിൽ ടെസ്റ്റ് കേസസ് ഫെയിലായത്രേ. ക്ലയൻറ്റ് വല്ലാത്ത തലവേദനയാ. HR ഇപ്പോൾ അവനെ വിളിപ്പിച്ചിരിക്കുക. ഹായ് വിശ്വ. ദീപക്, ഐ ക്യാൻ എക്സ്പ്ലെയിൻ. നോ 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 വെയിറ്റ് വെയിറ്റ്. കഴിഞ്ഞ 3 മാസമായിട്ട് നിന്റെ വർക്ക് സ്റ്റേറ്റസ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഓരോ പ്രോജക്റ്റ് ഡെലിവറിയിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നു. ഹോപ്പ് യുവർ മെന്റൽ സ്റ്റാറ്റസ് ഇസ് ഗുഡ്. പക്ഷേ ഈ ഡെലിവറിയോടെ നമ്മുടെ ക്ലയന്റ് ബാക്ക് ഓഫ് ചെയ്യാണ്. കമ്പനിയുടെ ഏറ്റവും പ്രീമിയം കസ്റ്റമറിനെയാണ് നിന്റെ അശ്രദ്ധ കാരണം നമുക്ക് നഷ്ടപ്പെട്ടത്. ഇതിനെന്തെങ്കിലും ഉത്തരവുണ്ടോ നിന്റെ കയ്യിൽ? ഐ ക്യാൻ എക്സ്പ്ലെയിൻ ദീപക്. നോ നോ. നിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ അവന്റെ കയ്യിൽ ടെർമിനേഷൻ ലെറ്റർ ഉണ്ടായിരുന്നിരിക്കും. Just because I know your capability, you are still here, Vishwa. Just focus on the work and get the things right. That's it. Please understand and work accordingly. ഇനി മേലാൽ നീ എന്തെങ്കിലും തെറ്റിയതെന്ന് ഞാൻ അറിഞ്ഞാലുണ്ടല്ലോ, that's it. You will be out of the company. Even I can't defend you at the higher management meeting. Do you understand? Thank you, Deepak. You may leave now. Vishwa, നിന്റെ വൈഫ് ബാല അല്ലേ? ഷീസ് ആബ്സല്യൂട്ട്ലി ഗുഡ് അറ്റ് വാട്ട് ഷീ ഈസ് ഡൂയിങ്. ഐ ജസ്റ്റ് വാണ്ട് ടു ലെറ്റ് യു നോ ഷീ ഈസ് ബിക്കമിങ് എൻ അസെറ്റ് ഫോർ ദിസ് കമ്പനി. താങ്ക്സ് ഫോർ റെഫറിങ് ഹർ. Thank you. Yeah. One more thing, Vishwa. Just revert to the mail. Escalation mail. ASAP. Sure. Yeah. വിശ്വ ആ വാ. ഇല്ല ബല, എനിക്ക് കുറച്ച് പണിയുണ്ട്. അതൊക്കെ പിന്നെ നോക്കാം. വാ. എങ്ങോട്ടാ ബല? ഞാൻ പറയാം, വാ. സുന്ദരി, ശ്ശോ. അവിടെ അത്ര എസ്കലേഷൻസ് ഉണ്ട്.
ഓക്കെ അല്ലേ? ഉം. വാ പോവാം. ഉം. വാ. ഇനി പറ, എന്താ കാര്യം? ഞാൻ കാരണം ക്ലയന്റ് പോയെന്ന് ലാസ്റ്റ് വാണി തന്നേക്കാ. നീ കാരണം പോയിട്ടുണ്ടാവല്ലോ. അവര് വെറുതെ നിന്നെ ബ്ലെയിം ചെയ്യാം. അറിയില്ല. എന്ത് ചെയ്യാനാ തീരുമാനിച്ചിരിക്കുന്നത്? എന്ത് ചെയ്യാനാ ഇപ്പൊ? പിന്നെ അത് റിവർക്ക് ചെയ്ത് ഈ പ്രാവശ്യം തെറ്റൊന്നും വരാതെ നോക്കണം. ഞാൻ പറയ്. ഒരു കാര്യം പറഞ്ഞാ തെറ്റിദ്ധരിക്കില്ലല്ലോ? നീ പറയ്. ആർക്കാണെങ്കിലും ഇപ്പോ ഒരു ബ്രേക്ക് വേണ്ടി വരും. ഈവൻ മഷീൻ നീഡ്സ് ടൈം ടു റീസെറ്റ് ആൻഡ് റീസ്റ്റാർട്ട്. ആണുങ്ങൾ എപ്പോഴും റെസ്പോൺസിബിലിറ്റീസ് തോളിൽ ചുമന്നുകൊണ്ട് പണിയെടുത്തോണ്ടിരിക്കും. ഈവൻ ദേ നീഡ് ടൈം ഫോർ ദെംസെൽസ് അല്ലേ, ടു കം ബാക്ക് സ്ട്രോങ്. അപ്പോൾ 2 ദിവസം ഞാൻ ലീവ് എടുക്കാനാണ് പറയുന്നേ? വേറെന്താ? 2 months sabbatical leave. 2 മാസോ? 2 മാസം എന്ന് പറഞ്ഞാൽ 2 മാസത്തെ EMI, വീട്ടു ചെലവ്, വാടക. വിശ്വാ, calm down. I can take care of this. എന്നെ വിശ്വസിക്ക്. അതല്ല സുന്ദരി, ഞാൻ എന്താ പറയാൻ വരുന്ന വെച്ചാൽ, വിശ്വാ, നിനക്കെന്നെ വിശ്വാസമല്ലേ? യു നീഡ് ദിസ് ബ്രേക്ക്. നിനക്കുണ്ടായ സെറ്റ് ബാക്കിന് ഈ ഒരു ബ്രേക്ക് എടുത്താൽ യുൽ ഫീൽ മച്ച് ബെറ്റർ. ട്രസ്റ്റ് മീ ഓൺ ദിസ്. ഐ ഡോണ്ട് വാണ്ട് യു ടു ടേക്ക് ദിസ് റിസ്ക്. ഞാനുണ്ട് നിന്റെ കൂടെ. എന്തു പറയുന്നു? അറിയില്ല സുന്ദരി, എനിക്ക് കുറച്ച് ആലോചിക്കാൻ സമയം വേണം. ഈവനിങ് വരെ സമയം എടുത്തിട്ട് ഡിസൈഡ് ചെയ്തിട്ട് പറ. ഓക്കെ അല്ലേ? ഒരെണ്ണം വലിച്ചാലോ? ഗുഡ് ബോയ്. ഇനി പോയിട്ടേ ആ എസ്കലേഷൻ എലിവേഷൻ ചെയ്യാനുള്ള പണി നോക്ക്. ഗോ. താങ്ക് യു. ഓൾവേസ് അറ്റ് യുവർ സർവീസ്. വിശ്വരാജ സാറിന് വേണ്ടി. ഗോ. വിശ്വ. 96. ഈ നമ്പർ ഒന്ന് ഓർത്ത് വെച്ചോ, പിന്നെ പറയാം. എന്തോ ഡിസ്കൗണ്ട് ആണോ? പിന്നെ കണ്ടുപിടിക്ക്. എനിക്കും തന്നായിരുന്നല്ലോ വലിയൊരു ചാലഞ്ച്. ഇപ്പൊ നിന്റെ ടേണാ. നീ കണ്ടുപിടിക്ക്. കാണട്ടെ. അസൂയ തോന്നുന്നടാ. എന്തിനടാ? ആ ഒരു കെയറിങ്, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്. എൻ്റെ സിസ്റ്റർ അടിപൊളിയാടാ. നോക്കിയതൊക്കെ മതി, പണിയെടുക്കടാ. കഴിഞ്ഞ 3 മാസമായിട്ട് നിന്റെ വർക്ക് സ്റ്റേറ്റസ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക വിശ്വ. കമ്പനിയുടെ ഏറ്റവും പ്രീമിയം കസ്റ്റമറിനെയാണ് നിന്റെ അശ്രദ്ധ കാരണം നമുക്ക് നഷ്ടപ്പെട്ടത്. ഓരോ പ്രോജക്ട് ഡെലിവറിയിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നു. നിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ അവന്റെ കയ്യിൽ ടെർമിനേഷൻ ലെറ്റർ ഉണ്ടായിരുന്നിരിക്കും. ഇനി മേലാൽ നീ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് ഞാൻ അറിഞ്ഞാലുണ്ടല്ലോ, ദാറ്റ്സ് ഇറ്റ്, യു വിൽ ബി ഔട്ട് ഓഫ് ദ കമ്പനി.
വിശ്വ, ഏ? എന്താ ഇത്? എത്ര നേരായിട്ട് ഞാൻ വിളിക്കുന്നെന്നറിയോ? പറ. ഈ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. നിനക്ക് വേണ്ടിട്ട് അമ്മയോട് ചോദിച്ചിട്ട് ഞാൻ പഠിച്ചെടുത്ത റെസിപ്പിയോ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഷോറാണോ? നന്നായിട്ടുണ്ട്. എനിക്കെന്തോ ചെറുതായിട്ട് ഉപ്പ് കൂടിയ പോലെ തോന്നുക. ആ കുറച്ച് ഉപ്പുണ്ടെന്ന് തോന്നുന്നു. വിശ്വ മൂഡ് ഓഫ് ആണല്ലോ. ആളെ ഒന്ന് ഉഷാറാക്കണമെങ്കിൽ ഔട്ട് ഓഫ് ദ വർക്ക്സ് എന്തെങ്കിലും ചെയ്യണം.